ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് മീറ്റിങ്ങിന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നയനോട് പറയും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നയന ഒരു റെഡ് സ്യൂട്ടും ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഷർട്ടും കൂടെ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നത് ഇത് എൻ്റെ അത്ര ലക്കി കളറല്ല, എങ്കിലും ഞാനത് ഇട്ടുകൊണ്ട് പോയിക്കോളാം, അമ്മ സെലക്ട് ചെയ്യുന്ന പൊതു ഇട്ടുകൊണ്ട് പോകാറെന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഇതും അമ്മയോട് തന്നെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയാം നീ സെലക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പോയി നോക്കാം എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജയനും ദേവയാനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് മീറ്റിങ്ങിന് പോകാമെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് ഡ്രസ്സ് നയനയെ സെലക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അത്രയും നേരം ഡ്രസ്സ് കൊള്ളാം, നല്ല ഭംഗിയുണ്ട് മോനെ കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ദേവയാനി പെട്ടെന്ന് പറയുവാണ് അതാണ് എന്തോ ഒരു ഇത്ര പിടിച്ചില്ല എന്നുള്ള രീതിയിൽ ഒക്കെ മാറ്റി പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജയം പറയുക ഇതിപ്പോൾ നയനമോൾ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ആദർശനോട് പറയാം നീ പോയിട്ട് വരാൻ നോക്കും മോനെ എന്ന് പറഞ്ഞ് ആദർശനോട് ജയം പറയുമ്പോൾ ആദർശ് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നയന അവിടെ നിൽക്കുമ്പോൾ നയനോട് ദേവേനെ പറയാം മേലാൽ ഇനി എൻ്റെ മോൻ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അത്യാവശ്യം മീറ്റിങ്ങിന് പോകുമ്പോഴോ ഒന്നും സെലക്ട് ചെയ്തേക്കരുത്, ചുമ്മാ അവൻ്റെ ജീവിതം വെച്ചല്ല നീ കളിക്കേണ്ടത്, നീ എടുത്തെങ്കിൽ അത് അപശകുനമായിരിക്കും എന്നൊക്കെ ഓരോന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നന്ദു ഫ്രണ്ട്സ് നിൽക്കുന്ന സ്ഥലത്തേക്കൂടെ നമ്മുടെ അനി വരുവാണ്. അപ്പോൾ പറയാം ചുമ്മാ വന്ന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദു ആക്ട് ചെയ്തിട്ട് പറയാം നിനക്കിന്ന് പ്ലേ ഗ്രൗണ്ടിലോട്ട് വരാൻ പാടില്ലായിരുന്നോ, ഇന്ന് ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുവാണ് നേരെ ഇന്ന് 4 വിക്കറ്റൊക്കെ കിട്ടി നമ്മുടെ നന്ദുവിന് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം നന്ദുവിൻ്റെ ഈ പെരുമാറ്റമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ആകെ കൂടെ എല്ലാം എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു, എനിക്ക് തോന്നിയതാണെന്നൊക്കെ തോന്നുവാണ്. എന്നിട്ട് അനി പറയാം ഞാൻ പോവാ എന്ന് പറയുമ്പോഴേക്കും ആ ഫ്രണ്ട്സ് പറയുന്നുണ്ട് പോലെടാ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല പോണ ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. മാറി കഴിയുമ്പോൾ നന്ദുവിന് ആകെ വിഷമമാവുകയാണ്. എന്നിട്ട് ചിന്തിക്കുക എത്ര അഭിനയിക്കാൻ നോക്കിയാലും ചിലപ്പോൾ ഒക്കെ പാളി പോകുമല്ലോ എന്ന്. കാണാൻ വന്ന അനാമികേനെയാണ്. അനാമികേനെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് എനിക്കൊരു സ്റ്റേജിൽ നിന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുമ്പോൾ ഞാൻ നിൻ്റെ വീട്ടിൽ വരെ വന്നായിരുന്നു, അന്ന് നന്ദുവിൻ്റെ അമ്മേനെ കണ്ട എല്ലാം പറഞ്ഞ് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ എൻ്റെ ആശങ്കകളും വിഷമങ്ങളും ഒക്കെ. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അനിയുടെ മനസ്സിൽ തോന്നുക അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഈ നന്ദുവിന് ഈ മാറ്റമൊക്കെ, ആൻറ്റി അപ്പം നന്ദുവിനെ എന്തെങ്കിലും പറഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ മാറ്റമൊക്കെ ഉണ്ടായത് നന്ദുവിന് എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുവാണ് കേട്ടോ. എന്നിട്ട് അത്രയും നേരം ഉണ്ടായിരുന്ന അനിയുടെ സ്വഭാവം ചെറുതായിട്ട് മാറുവാണ്. അനി പറയുന്നുണ്ട് നിൻ്റെ ഈ എടുത്തിയാട്ടം എനിക്കിഷ്ടമില്ലാത്ത, അത് നമ്മൾ തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാക്കും എന്ന് പറയുവാണ്. അനാമിക അപ്പം പറയുന്നുണ്ട് ഒരു പൊരുത്തക്കേടും ഉണ്ടാവുകയില്ല, ഞാൻ നിൻ്റെ വീട്ടിൽ വരുമ്പോൾ മുത്തശ്ശൻ്റെ കാര്യം നോക്കി ഏറ്റവും പ്രിയപ്പെട്ട മരുമോളായിട്ട് തന്നെ വീട്ടിൽ താമസിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല, നിൻ്റെ എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നയന മീറ്റിംഗ് നന്നായിട്ട് നടക്കാനും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പൂജാമുറിയിൽ ഗണപതി വിഗ്രഹത്തിനടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നയനമോൾക്ക് ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ജലജ പറയുന്നുണ്ട് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അവളല്ലേ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തേ, അതുകൊണ്ട് എന്തായാലും ആ ഓർഡർ നമുക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ആദർശ് വരുന്നത് കേട്ടോ. ആദർശ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുവാണ്. വന്നപാടെ ആദർശ് പറയുന്നുണ്ട് ഓർഡർ കിട്ടിയെന്ന്. ഇത് കേട്ടുണ്ടായിരുന്ന നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. ദേവയാനിക്ക് ദേഷ്യം വരും, ജലജയ്ക്കാകെ ഇവളെ കാരണം ഇവിടെ പിന്നെ ഈ ഐശ്വര്യം വന്നായിരിക്കും പറഞ്ഞു വരുന്നതെന്നുള്ള രീതിയിലിരിക്കുവാണ് കേട്ടോ. ജയനും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് എല്ലാവർക്കും ആദർശ് സ്വീറ്റ്സൊക്കെ കൊടുക്കുവാണ് കേട്ടോ. നയനയ്ക്ക് മാത്രം ഇപ്പോൾ സ്വീറ്റ്സ് കൊടുക്കുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നീ മോളെയും കൂട്ടി മുറിയിലോട്ട് പോ എന്നൊക്കെ പറയുവാണ്. കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേവേന എവിടെയെന്ന് പറയും എനിക്ക് ഇവളുടെ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, എന്ത് ലാഭം ഇവൾ ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞാലും ഇവളെ ഞാൻ മരുമോളാക്കിയിട്ട് ഒരിക്കലും കണക്കാക്കില്ല, മൂത്ത മരുമോൾ അല്ലെങ്കിൽ ഈ വീട്ടിൽ ആദ്യത്തെ മരുമോൾ വരാൻ പോകുന്നുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് മുത്തശ്ശി പറയുകയാണ് നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേൾക്കാമല്ലോ ആദ്യത്തെ മരുമോളെന്ന്, അപ്പോൾ അവളും അവളുടെ ചേച്ചിയൊക്കെ എന്താ എന്നിങ്ങനെ തിരിച്ചു ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ് നിനക്കിനി അവരെ മരുമക്കളായിട്ട് കണക്കാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് നിന്നെ ഈ വീട്ടിലെ മരുമോളായിട്ട് കണക്കാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനിക്ക് ആകെ ദേഷ്യം വരുവാണ്. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട് ഇതെത്ര പറഞ്ഞാലും മാറുകയല്ലമ്മേ, ചുമ്മാ ഉപദേശിച്ചുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. കഴിഞ്ഞ മുറിയിലെത്തുമ്പോൾ ആദർശ് നയനയ്ക്ക് മാത്രം ചോക്ലേറ്റ് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ലക്കി കളറല്ല, എന്നാലും നീ കാരണം എനിക്ക് ലക്കുണ്ടായല്ലോ, ഇപ്പം എൻ്റെ ഭാര്യ എൻ്റെ ലക്ക് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ
നിൽക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത കാര്യം അമ്മയോട് പറയണ്ടായിരുന്നു, അല്ലാതെ നിന്ന് വേറൊരു പ്രശ്നം ഉണ്ടാവുകയില്ല, പക്ഷേ നീ അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് അവരോട് വഴക്കുണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാനും അതിനാണ് ശ്രമിക്കുന്നത് ആദർശേട്ടാ, അമ്മയായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഞാനും ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.